ഖത്തറിൽ നടന്ന ലോകകപ്പിൻ്റെ സമയത്ത് ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മലയാള മനോരമ വായനക്കാർക്ക് വേണ്ടി ഒരു സർവേ സംഘടിപ്പിച്ചിരുന്നു, ഓർക്കുന്നില്ലേ? തീർച്ചയായും. കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ടീം ഏതാണെന്നായിരുന്നു ആ സർവേ. ആ സർവേയിൽ അന്ന് ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തത് അർജന്റീനയ്ക്ക് വേണ്ടിയായിരുന്നു. അതെ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു. നല്ല വോട്ടിംഗ്. അത്തവണ അർജന്റീന ചാമ്പ്യന്മാരാവുകയും ചെയ്തു. ഈ അർജന്റീനയുടെ ഓരോ മത്സരം കഴിയുമ്പോഴും കേരളത്തിലുണ്ടാകുന്ന ഒരു ആവേശത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ടീം അർജന്റീനയാണ്. ഈ ഏറ്റവും ഒടുവിൽ ജോർദാനെതിരെ ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ അർജന്റീനയുടെ വിജയം വലിയൊരു ചലനമാണ് നമ്മുടെ ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മെസ്സി സ്റ്റാർട്ടിംഗ് 11-ലില്ല, സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ മെസ്സി ഇല്ല. അപ്പോൾ മെസ്സിയാണ് കഴിഞ്ഞ 2 കളികളിലും 3-2 5 ഗോളുകൾ അടിച്ചു. അർജന്റീനയ്ക്ക് മറ്റൊരു ഗോൾ സ്കോറർ ഇല്ല. അപ്പോൾ അർജന്റീനയ്ക്ക് ഗോൾ അടിക്കാൻ അറിയാവുന്ന ഒരു മെസ്സി അല്ലാതെ മറ്റൊരാളില്ല. അങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ജിയോവാനി ലോസൽസോയും ലൗറ്റാരോ മാർട്ടിനസും ഗോളടിക്കുന്നു. 60-ാം മിനിറ്റിൽ സബ്ബായിട്ട് മെസ്സി ഇറങ്ങുന്നു. 80-ാം മിനിറ്റിൽ മറ്റൊരു ഗോൾ, അതിമനോഹരമായൊരു ഫ്രീ കിക്ക് ഗോൾ നേടുന്നു. അങ്ങനെ അർജന്റീന വേൾഡ് കപ്പിൽ അപരാജിതരായി, ഒരു മത്സരം പോലും പരാജയപ്പെടാതെ, അല്ലെങ്കിൽ എല്ലാ 3 മത്സരങ്ങളും വിജയിച്ച് നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും. എനിക്ക് അതിൽ ഈ ലോസൽസോ ഈ ഫ്രീ കിക്ക് ഗോള് നേടിക്കഴിഞ്ഞ ഉടനെ ഈ ബ്രോഡ്കാസ്റ്ററുടെ ക്യാമറ പാൻ ചെയ്തത് മെസ്സിയുടെ മുഖത്തേക്ക്. കമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ മെസ്സിക്ക് പോലും മെസ്സിക്ക് മാത്രമേ ഇത്രയും കൃത്യതയോടെ ഫ്രീ കിക്ക് എടുക്കാൻ പറ്റുള്ളൂ. മെസ്സിക്കും അഭിമാനിക്കാവുന്ന ഒരു ഫ്രീ കിക്ക് ആയിരുന്നു അത്. തീർച്ചയായിട്ടും. മെസ്സി ഡഗ്ഔട്ടിൽ എഴുതിയിട്ടെങ്കിൽ ഈ മെസ്സിയുടെ അതേ നാട്ടുകാരനാണ് ലോസൽസോ, റൊസാരിയോ എന്നുള്ള പ്ലെയറാണ്. അപ്പോൾ അർജന്റീനയുടെ ഒരു മാറ്റം നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്ത് അർജന്റീനയുടെ തലമുറ മാറ്റത്തെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. കാരണം ഈ മെസ്സി എന്ന് പറയുന്ന പ്ലെയറിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഫുട്ബോളിലേക്ക് വന്നവരോ, അല്ലെങ്കിൽ മെസ്സി ഒരു താരമായി തന്നെ കാണുന്നവരാണ് മെസ്സിയുടെ കൂടെ കളിക്കുന്നത്. അതേസമയം 2014 ലോകകപ്പ് ഫൈനൽ വരെ എത്തുകയും ജർമ്മനിയോട് പരാജയപ്പെടുകയൊക്കെ ചെയ്ത അർജന്റീന ടീമിൽ അന്ന് ഉണ്ടായിരുന്ന ഗോൺസാലോ ഹിഗ്വൈനൊക്കെ മെസ്സിക്കൊപ്പമുള്ള തലപ്പൊക്കമുള്ളവരായിരുന്നു. ഈ 2022 വന്നപ്പോൾ മെസ്സിയെ ഒരു താരമായി കാണുന്ന ഒരു സംഘം ആളുകൾ ഈ 2026 അത് തന്നെയാണ്. കാരണം മെസ്സിയെ ഇപ്പം യൂലിയൻ അൽവാരസ് ആണെങ്കിലും ഒക്കെ, റോഡ്രിഗോ ഡി പോൾ ആണെങ്കിലും ഒക്കെ മെസ്സിയെ ഒരു താരമായി കണ്ട് അവരുടെ ഓരോ അസിസ്റ്റുകൾക്ക് പോലും ആ ഒരു ചന്തമുണ്ട്. അതായത് മെസ്സിക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ കളികളിലൊക്കെ പക്ഷേ അർജന്റീനയുടെ കളികളിലൊക്കെ മെസ്സി അവർക്ക് ഫീഡ് ചെയ്യുന്നതാണ് കാണുന്നത്. അതെ, തീർച്ചയായും. അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. പ്രത്യേകിച്ച് മെസ്സിയുടെ സഹതാരമായിരുന്ന സ്കലോണിയാണ് കോച്ച് എന്നുകൂടി ഓർക്കണം. പല തലമുറകളുടെ ഒരു സംഗമമാണ് അർജന്റീന. എന്തായാലും ഈ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വലിയ എതിരാളികളൊന്നും ആയിരുന്നില്ല ഗ്രൂപ്പിൽ അർജന്റീന നേരിട്ടത്. പക്ഷേ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ പലപ്പോഴും ഇത്തരം ചർച്ചകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അവരൊരു വിന്നിങ് മെൻറ്റാലിറ്റി, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഡഗ്ഔട്ടിലെ അറ്റ്മോസ്ഫിയർ, ക്യാമ്പിലെ അറ്റ്മോസ്ഫിയർ, പൊതുവെ അവരുടെ പ്രസ്താവനകളിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, ഈ വിവാദങ്ങളില്ലാതിരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നിർത്താവുന്ന ഒരു ടീമാണ് ഇപ്പോഴും ഇക്കുറിയും അർജന്റീന. അതായത് ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 2 ടീമാണ് അർജന്റീന. അപ്പോൾ അവർ കൃത്യമായിട്ടും നോക്കൗട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ അവർ ആ സൂചന നൽകി കഴിഞ്ഞു, ഞങ്ങൾ വെറുതെ നോക്കൗട്ടിന് വന്നതല്ല, ഞങ്ങൾ ടോപ്പ് 4 ടോപ്പ് 2 ഒരുപക്ഷെ ചാമ്പ്യൻ ടീം തന്നെയാണ്. അതാണ് അർജന്റീന നൽകുന്ന സൂചന. അർജന്റീനയുടെ നോക്കൗട്ടിലെ മത്സരം കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ കാബോ വെർദേയുമായാണ്. ഒരു നല്ല ഡിഫൻസ് ഉള്ള ഒരു ടീമാണ്. പക്ഷേ അർജന്റീന ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകം തന്നെ 3 കളികളിൽ 8 ഗോളുകൾ അർജന്റീന നേടിക്കഴിഞ്ഞു. 1 ഗോളാണ് ആകെ വഴങ്ങിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് ഇനി ഒരു സിമ്പിളായി പറയുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് കടന്നു പോകാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതെ, തീർച്ചയായും. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അർജന്റീനയുടെ പാസിങ്ങിലൊക്കെയുള്ള ആക്യുറസിയും അവർ തമ്മിലുള്ള പരസ്പര ധാരണയൊക്കെ ഉണ്ട്. അതേപോലെ ചെറിയ വിടവുകൾ, മെസ്സിയുടെ ഫ്രീ കിക്കിൽ ആ വോളിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വിടവേ ഉണ്ടായിരുന്നു. കൃത്യം ആ വിടവിലൂടെ മാത്രമാണ്. അങ്ങനെ വളരെ പവർഫുൾ ഷോട്ടൊന്നും പറയാനില്ല, പക്ഷേ കൃത്യതയായിരുന്നു, പ്രസിഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പ്രസിഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അതിനു മുമ്പ് ഒരു ത്രൂ ബോൾ, അത് ഓഫ് സൈഡായിപ്പോയി, ലൗറ്റാരോയ്ക്കാണോ കിട്ടിയെന്ന് തോന്നുന്നു. അതും ഏതാണ്ട് മൈതാനത്തിൻ്റെ പകുതിയിൽ നിന്ന് നീട്ടിക്കൊടുത്ത ത്രൂ ബോളാണ്. ഇപ്പുറത്തൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ കൂടെ കൃത്യമായിട്ട് റൂളർ വെച്ച് വരച്ച് അടിച്ചു കൊടുത്ത പോലെയായിരുന്നു. അപ്പോൾ ആ പാസിങ്ങിലെ ആക്യുറസി, അവർ തമ്മിലുള്ള ഒരു ഒത്തിണക്കം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ അഡ്വാൻസ് ലെവലിലേക്ക് ഇപ്പോഴേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അതെ, മെസ്സിയുടെ ഇത് പരസ്പര ധാരണയാണല്ലോ ഏറ്റവും വലിയ വിജയം ഫുട്ബോളിൽ. അത് ഈ ഒരു ഷോട്ടിന് വേണ്ടി അഡ്വാൻസ് ചെയ്യുമ്പോഴും ഒരു എല്ലാ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നതൊക്കെ അത് വളരെ കൃത്യമാണ്. ഷമീർ സൂചിപ്പിച്ച്
വളരെ കറക്റ്റാണ്. പക്ഷേ പ്രത്യേകിച്ചും മെസ്സിയുടെ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ അത് പ്രത്യേകം പറയേണ്ട ഒരു ഗോളാണ്. കാരണം ഒന്ന് ബൗൺസ് ചെയ്താണ് ഗോളിലേക്ക് പോകുന്നത്. നമ്മൾ അങ്ങനത്തെ ഫ്രീ കിക്ക് ഗോളുകൾ അധികം കണ്ടിട്ടില്ല. ഗോൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. കാരണം ആ ഒരു വിടവിൽ അതിലൂടെ ഒരു ഷോട്ട്, അങ്ങനെ ഒരു കേളിംഗ് കിക്ക് അത് പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ, ആ കൃത്യതയായിരുന്നു. ആ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി അവർ നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ് ഈ നോക്കൗട്ടിൽ അർജന്റീന മറ്റ് ടീമുകൾക്ക് ഏറ്റവും അപായമണിയായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പേടിക്കണം, ഞങ്ങളെ ഭയക്കണം എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അതെ, അതൊരു നമ്മൾക്ക് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇംഗ്ലണ്ട് കൂടെ നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം പാനമയ്ക്കെതിരായ വിജയത്തോടെ ഇംഗ്ലണ്ട് വന്നു. അതിൽ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. തീർച്ചയായും ജൂഡ് ബെല്ലിംഗാം ഗോൾ അടിച്ച് വീണ്ടും ഇംഗ്ലണ്ടിനെ ഒന്ന് ഉണർത്തുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് വിജയ വഴി തെളിയിച്ചു കൊടുക്കുന്ന ഒരു നല്ല സൂചനയാണ്, ശുഭസൂചനയാണ്. കാരണം ബെല്ലിംഗാം കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ വളരെ ശ്രദ്ധേയനായ ഒരു താരമായിരുന്നു. പിന്നീട് ക്ലബ്ബ് ഫുട്ബോൾ റയൽ മാഡ്രിഡിലേക്കൊക്കെ പോയെങ്കിലും ബെല്ലിംഗാമിൻ്റെ ഒരു ഇടക്കാലത്ത് ബെല്ലിംഗാമിനൊരു വലിയ രീതിയിൽ തിളങ്ങാൻ സാധിച്ചില്ല. പക്ഷേ ബെല്ലിംഗാമിൻ്റെ ഒരു കഴിവ് നമ്മൾ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കില്ലുകൾ പരിഗണിക്കുമ്പോൾ, ഈ ഇംഗ്ലണ്ടിനെ ഏത് നിലയ്ക്ക് വരെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു താരമാണ് ബെല്ലിംഗാം. കെയ്ൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതെ അതെ, ബെല്ലിംഗാം ഈ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു എന്ന് മിക്കവാറും എല്ലാ കളികളിലും, ഇംഗ്ലണ്ടിൻ്റെ കളികളിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആകാൻ ശേഷിയുള്ളൊരു താരമാണ്. പ്ലേ മേക്കറാണ്, ക്രിയേറ്റീവ് പ്ലെയറാണ്. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിലെ ഒരു മികവും കൂടെ നമ്മൾ കണ്ടു. ബെല്ലിംഗാം ഗോൾ നേടിയപ്പോൾ അദ്ദേഹത്തെ കൃത്യമായി മാർക്ക് ചെയ്തിരുന്നു ഡിഫൻഡർ. പക്ഷേ ഇടത് കാല് അല്പം ഒന്ന് നീട്ടി ഒന്ന് തട്ടിവിട്ടു. ആ സ്കില്ലാണ് പൂർണ്ണമായി മാർക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലും ആ ചെറിയ ഗ്യാപ്പ് കണ്ട് ഗോൾ സ്കോർ ചെയ്യാനുള്ള കഴിവ്, അതേപോലെ സഹതാരങ്ങൾക്ക് പന്തെത്തിച്ചു കൊടുക്കാനുള്ള കഴിവ്, വല്ലാത്തൊരു ക്രിയേറ്റിവിറ്റി ഉള്ള താരമാണ് ബെല്ലിംഗാം. അതെ അതെ, ക്രിയേറ്റീവ് ആ ഒരു ഇതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ഹാഫ് ചാൻസിൽ പോലും ഗോൾ അടിക്കാനുള്ള കഴിവായിരുന്നു കഴിഞ്ഞ ലോകകപ്പിൻ്റെ കാലത്ത് തന്നെ നമ്മൾ ബെല്ലിംഗാമിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ കെയ്ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കെയ്ൻ ഒരു അൾട്ടിമേറ്റ് ഫിനിഷറാണ്. അത് ചെറിയ അവസരങ്ങൾ പോലും, അത് ഹെഡറാണെങ്കിലും അത് ടാപ്പിനാണെങ്കിലും എന്തായാലും അദ്ദേഹം അത് വലയിൽ എത്തിക്കുമെന്നുള്ള ഒരു 90% ആക്യുറസി എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു താരമാണ്. നമ്മളിപ്പോൾ ഈ കെയ്നെ കുറിച്ച് പറയുമ്പോൾ, കെയ്ൻ ഇപ്പോൾ കളിക്കുന്ന ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്കിലാണല്ലോ. ഈ ആഘോഷിക്കപ്പെട്ട ഇംഗ്ലീഷ് താരങ്ങളെല്ലാം ഡേവിഡ് ബെക്കാമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറെ പേരും തന്നെ സമീപകാലത്തുണ്ടായിരുന്നവരൊക്കെ കളിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിലാണ്. ഇപ്പം കെയ്ൻ ആണെങ്കിൽ ജർമ്മനിയിൽ കളിക്കുന്നു, ബെല്ലിംഗാം ആണെങ്കിൽ സ്പെയിനിൽ കളിക്കുന്നു. അങ്ങനെ ഒരു വെറൈറ്റി, ഒരു കളിക്കളങ്ങൾ മനസ്സിലാക്കാൻ മറ്റു താരങ്ങളുമായിട്ട് ഇടപഴകി തന്നെ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അതായത് യൂറോപ്പിലെ തന്നെ മറ്റ് മെന്റാലിറ്റികൾ, ഒരു ഗെയിം ഫിലോസഫി എന്തൊക്കെയാണ്, റയൽ മാഡ്രിഡിൻ്റെ ഫിലോസഫി എന്താണെന്ന് ബെല്ലിംഗാമിന് അറിയാം. അതേപോലെ ഈ മ്യൂണിക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കെയ്നിനുണ്ടായിട്ടുള്ള മാറ്റം, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഗെയിമിലുണ്ടായൊരു എവല്യൂഷൻ, അതൊക്കെ വലുതാണെന്ന് ഈ അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രകടനങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട്. പ്രത്യേകതയാണ്. പിന്നെ നമ്മളിപ്പം നോക്കൗട്ടിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം ബ്രസീലിൻ്റെതാണ്. അതെ, ബ്രസീൽ ജപ്പാനെ നേരിടുന്നു. അതെ, അത് രസകരമായൊരു മത്സരമായിരിക്കും. ജപ്പാൻ നമ്മളെ പലപ്പോഴും ഈ അധികം ഉയരക്കാരല്ലാത്ത കളിക്കാരാണ്, പക്ഷേ ഹൈ ബോളുകൾ കൊണ്ട് കളിക്കുന്ന ഒരു ടീമാണ്. അത് ബ്രസീൽ എങ്ങനെയായിരിക്കും ജപ്പാൻ്റെ ആ ഒരു ടെനാഷ്യസ്നെസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വല്ലാത്തൊരു തരം ഒരു പോരാട്ട വീര്യമുണ്ട് അവർക്ക്. അവസാന നിമിഷം വരെ പൊരുതാനൊക്കെ ഉള്ളൊരു കഴിവുള്ള ഒരു ടീമാണ്. ഈ ജപ്പാൻ ബ്രസീൽ മത്സരം ശരിക്കും നമ്മളൊന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. കാരണം ജപ്പാൻ ഒരു കൃത്യമായ ഗെയിം പ്ലാൻ ഉള്ള ഒരു ടീമാണ്. ബ്രസീലിനെ പോലെ ഒരു ടീമിനെ കിട്ടുമ്പോൾ അവരത് കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ട് വന്നായിരിക്കും കളിക്കുക. അപ്പോൾ അവരുടെ ടാക്ടിക്സിലും ഒക്കെ അത്തരം രസകരമായ ചില നീക്കങ്ങൾ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ചേർത്ത് വെച്ച് പറയട്ടെ, ബ്രസീലിൻ്റെ രായനോട് ഏതോ റിപ്പോർട്ടർ ചോദിച്ചു. അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയെ പറ്റി എനിക്കിപ്പോഴും സംശയമുണ്ട്, പക്ഷേ അതിൻ്റെ അത് പറയാനുള്ളൊരു ഭംഗിയുണ്ട്, ഞാൻ പറയാം. അപ്പം ഈ ജപ്പാനെതിരെ എന്ത് തന്ത്രമായിരിക്കും, ഏത് താരത്തെ ആയിരിക്കും നിങ്ങൾ പേടിക്കുക അല്ലെ സൂക്ഷിക്കുക എന്നങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്നല്ലാതെ അവർ കളിക്കാരെ പറ്റിയൊന്നും എനിക്കറിയില്ല. അത് കാരണമുണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രസീൽ, കൊറിയ, ചൈന തുടങ്ങിയ ടീമുകളിലെ കളിക്കാരെ മറ്റ് രാജ്യക്കാർ നോക്കുമ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. മാർക്കിംഗ് പ്രശ്നമുണ്ട്. സൗത്ത് കൊറിയ, ജപ്പാനിലൊക്കെ ആളുകളെ മാർക്ക് ചെയ്യാൻ പറ്റാറില്ല. നമ്പർ വെച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യും. അവർ ട്രെയിനിങ്ങിനൊക്കെ ഈ ജേഴ്സി മാറിയിടുന്നു. ഇത് ഇവരുടെ സ്കൗട്ടുകൾ വന്ന് നോക്കും. അപ്പോൾ ജേഴ്സി വേറൊരാളുടെ ജേഴ്സി ഇട്ട് കളിക്കും. 13 മാർക്ക് ചെയ്യുമ്പോൾ പിറ്റേന്ന് കളിയിൽ വേറൊരാളെ എല്ലാവരും ഒരുപോലെയാണല്ലോ. അതെ അതെ, അങ്ങനെ ഒരു തമാശ അതിനിടയ്ക്ക് കണ്ടു. ഈ ബ്രസീലിന് ശരിക്കും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. പക്ഷെ ബ്രസീലിൻ്റെ ആദ്യത്തെ കളിയിലെ ഒരു സമനിലയാണെങ്കിൽ പിന്നീട് വന്ന ബ്രസീലിൻ്റെ കളി വളരെ ഇതാട്ടോ, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഓരോ കളിയും. അതെ അതെ അതെ, പ്രത്യേകിച്ചും നെയ്മാർ കൂടി വന്നപ്പം അവരുടെ ആരാധകർക്കും
ഈ മൊത്തത്തിൽ ഒരു നെയ്മാർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യമൊക്കെ ഇപ്പോഴും സംശയമുണ്ട്. എങ്കിലും ഈ ഒരു ഇതിഹാസ താരം ടീമിലുണ്ടാവും. നെയ്മാർ നേരത്തെ പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായ കളിക്കാരനാണ്. ഹാഫ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എതിരാളികൾ ഭയക്കും, ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ സൂക്ഷിക്കണം, മാർക്ക് ചെയ്യണം. അപ്പം വിനീഷ്യസിനൊക്കെ ഫ്രീ ആയി നിൽക്കാം. അങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. കുഞ്ഞയ്ക്ക് ഫ്രീ ആയി നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നെയ്മാറിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്നുണ്ട്. ബ്രസീലിൽ ശരിക്കും വിനീഷ്യസ് ആണ് ഇപ്പം ബ്രസീലിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയാം. ബ്രസീലിലെ സൂപ്പർ താരം നെയ്മാർ ഒരു ആവേശവും ശരിക്കും അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് വിനീഷ്യസ് ആണ്. വിനീഷ്യസ് റൈറ്റ് വിങ്ങിൽ ഇപ്പോൾ കളിക്കാൻ വന്നിരിക്കുന്നത് റയാനാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ റയാൻ വന്നു, റയാൻ്റെ അസിസ്റ്റിലായിരുന്നു കഴിഞ്ഞ കളിയിൽ വിനീഷ്യസ് ഗോൾ നേടുന്നത്. അതെ 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 വിനീഷ്യസ് ഒരു വലിയ തിരമാലയാണ്. ആ ഇടതു വിങ്ങിൽ ഇങ്ങനെ പറന്ന് കയറുന്ന ഒരു തിരമാല പോലെ വന്നിട്ട് അഞ്ഞടിക്കുന്ന ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് വിനീഷ്യസ് അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ തോന്നുന്നത്. ഇത് റയൽ മാഡ്രിഡിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു താരമാണ്. മാത്രമല്ല ഇതിനൊരു ആഗോള തലത്തിൽ തന്നെ വിനീഷ്യസിന് പല മാനങ്ങളുണ്ടല്ലോ. ബ്രസീലിന്റെ ഒരു പെലെ, അടുത്ത പെലെ ആരാണെന്ന് ചോദിച്ചാൽ അത് വിനീഷ്യസ് ആണെന്നാണ് പൊതുവെ പറയാൻ പറ്റുന്നത്. അതെ ബ്രസീലും ഈ നോക്കൗട്ട് ഘട്ടത്തിൽ കൂടുതൽ ഫോമിലേക്ക് ഉയരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ടീമാണ്. അവർക്കും അത് സാധിക്കട്ടെ. വേറെയും മത്സരങ്ങൾ നോക്കൗട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണേണ്ട ഒരു മത്സരമാണ് ക്രൊയേഷ്യയും പോർച്ചുഗലും തമ്മിലുള്ള ഒരു പോരാട്ടം തോന്നുന്നു. അത് പഴയ സഹപ്രവർത്തകർ ഏറ്റുമുട്ടുന്നു, മോഡ്രിച്ചും. അങ്ങനെ ഒരു കൗതുകം കൂടി അതിനുണ്ട്. നെതർലൻഡ്സ് മൊറോക്കോ മത്സരം വളരെ ഡിസൈസീവ് ആയിരിക്കും. മൊറോക്കോ ചില്ലറക്കാരല്ലെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ നെതർലൻഡ്സിൻ്റെ ഫിനിഷിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. അവരുടെ ബ്രോബിയുടെയും ഗക്പോയുടെയും ഒക്കെ അവരുടെ ഫൈനൽ തേർഡിൽ ഭയങ്കര ആക്യുറേറ്റ് ആണ്. അവർ വളരെ ഡേഞ്ചറസ് ടീമാണ്. ലോകകപ്പിൽ 3 ഫൈനലുകൾ കളിച്ച ടീമാണ് നെതർലൻഡ്സ്. പക്ഷേ ശരിക്കും ഒരു കിരീടം അർഹിക്കുന്നുണ്ട്. ഫുട്ബോൾ കാലം മുതലേ അവർ അർഹിക്കുന്ന. അതെ, അവർ നമ്മളെ ആവേശം കൊള്ളിക്കുന്ന ഒരു കളിയാണ്. അതെ തീർച്ചയായും അവർ എന്തെങ്കിലുമൊക്കെ അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരും നോക്കൗട്ടിൽ മുന്നേറട്ടെ. അതെ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അല്ലേ. സ്പെയിനിൻ്റെ ഒരു കളിയുണ്ട്. സ്പെയിൻ എങ്ങനെ കളിക്കും എന്നുള്ളതും നമുക്ക് സ്പെയിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടീമാണല്ലോ. പിന്നെ പറഞ്ഞു വരുമ്പോൾ മറ്റ് പല ടീമുകളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബെൽജിയം സെനഗലും വളരെ ക്രൂഷ്യലാണ്. ബെൽജിയത്തിന് എന്ത് സംഭവിക്കും, സെനഗൽ മുന്നോട്ട് പോകുമോ? ബെൽജിയത്തിൻ്റെ കാര്യം ബെൽജിയം നമ്മൾ മുമ്പ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബെൽജിയം നന്നായി കളിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബാക്കി ഈ ആതിഥേയർ 3 ഉണ്ട്. അതുകൊണ്ട് മെക്സിക്കോ, USA, കാനഡ എല്ലാവരും ഉണ്ട്. എല്ലാവരും 3 ആതിഥേയരും ഒരുമിച്ച് നോക്കൗട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെയും അവിടുത്തെ നാട്ടുകാരായ കാണികളുടെ ഒരു ആവേശവും ഈ ആദ്യഘട്ടത്തിലെങ്കിലും ഈ നോക്കൗട്ടിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം. അതെ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ആവേശകരമായ അടുത്ത ഘട്ടത്തിന് കൂടുതൽ കാത്തിരിക്കാം. ഓക്കെ.